Hello amigos, Yamaha India. Yes, finally we got the long waited XSR 155. യമഹ ഫാൻസിനെ ഈ ഒരു ഒറ്റ വണ്ടി ലോഞ്ച് ചെയ്തുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് സംതൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയ ഇൻവിറ്റേഷൻ മാത്രമുള്ള ഒരു ക്ലോസ്ഡ് ഇവന്റ് ആയിട്ടാണ് യമഹ 2 മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ XSRഉം അതുപോലെ തന്നെ FZയുടെ ഒരു പുതിയ വേരിയന്റ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ യമഹ 2 ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കൂടെ അൺവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്കെല്ലാം കുറെ എക്സ്പെക്ടേഷൻസും ഇനിയും കുറെ നാൾ കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് യമഹ ഈ ഒരു പ്രസ് കോൺഫറൻസ് ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ അതിനൊക്കെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. XSR 155 ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഫസ്റ്റ് ആയിട്ട് XSR വന്ന അന്ന് മുതൽ നമ്മൾ ഇന്ത്യക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ അടുക്ക് യമഹ ഇന്ത്യ നല്ല അടിപൊളിയായിട്ട് FZX തന്ന് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഫൈനലി 11th November 2025 യമഹ ഒരു പ്രഖ്യാപനം നടത്തി. യെസ്, അവർ മോസ്റ്റ് വെയ്റ്റഡ് XSR 155 ഈസ് ഹിയർ. സോ XSRനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുന്നേ യമഹ ഈ ഒരു ഇവന്റിൽ ഒരു വണ്ടി കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ വണ്ടിയൊന്നല്ല, നമ്മുടെ ഓൾറെഡി ഉള്ള FZയുടെ തന്നെ ഒരു വെറൈറ്റി വേരിയന്റ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. FZ റേവ്. നമുക്ക് ഓൾറെഡി അറിയാം FZയിൽ ഇപ്പോൾ ഒരുപാട് വേരിയൻസ് ഉണ്ട്. FZX, FZX ഹൈബ്രിഡ്, FZ വേർഷൻ 3, FZ വേർഷൻ 4, FZ വേർഷൻ 4 ഡീലക്സ്, പിന്നെ ഇതിൽ തന്നെ FI, വെറും FI, അങ്ങനെയൊക്കെ പല വേരിയൻസ് ആയിട്ട് FZ നമുക്ക് അവൈലബിൾ ആണ്. യമഹയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പുതിയതായിട്ട് ഒരു അഡീഷൻ കൂടെ യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, FZ റേവ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് FZയുടെ ആ ഒരു സിമിലർ ഡിസൈനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഹെഡ്ലൈറ്റിൽ മാത്രം ചേഞ്ച് ഉണ്ട്. കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ലുക്കൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ടർ ലാമ്പോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു റേവിൽ വന്നിട്ടുള്ളത്. ഒറ്റ ലുക്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും FZ V3യേക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണിത്. ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു FZ V3 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വണ്ടി വരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ആക്ച്വലി ഈ ഒരു ഹെഡ്ലൈറ്റ് അല്ല കുറച്ചും കൂടെ അനോയിങ് ആയിട്ട് തോന്നുന്നത്, ആ ഒരു ടാങ്കിൻ്റെ സൈഡിലുള്ള ഗ്രില്ലാണ് കുറച്ചും കൂടെ അനോയിങ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ടാങ്കിൻ്റെ ഡിസൈൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെ വെച്ചിട്ടുള്ള വണ്ടി കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ലുക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി ചിലപ്പോൾ കുറച്ച് കണ്ട് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റും അടിപൊളിയാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി XSRമാണ് യമഹ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഇലക്ട്രിക് സ്കൂട്ടർ യമഹ അൺവീൽ ചെയ്തിട്ടുണ്ട്. എയറോക്സ് E, അതുപോലെ തന്നെ EC06 എന്ന് പറഞ്ഞിട്ട് 2 സ്കൂട്ടേഴ്സ് യമഹ അൺവീൽ ചെയ്തിട്ടുണ്ട്. അത് 2026 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ട് യമഹ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും യമഹ പുറത്തു വിട്ടിട്ടില്ല. എയറോക്സ് EV കംപ്ലീറ്റ് ആ ഒരു ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിലുള്ള എയറോക്സിൻ്റെ അതേ ഒരു സിമിലർ ഡിസൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ സ്വാപ്പബിൾ ബാറ്ററീസ് ആണ് യമഹ കൊടുത്തിട്ടുള്ളത്. EC06 നമ്മുടെ റിവർ ഇന്ത്യയുടെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന സ്കൂട്ടറാണ്. യമഹയും റിവർ ഇന്ത്യ ആയിട്ട് ചെറിയൊരു ടൈപ്പ് ഉണ്ട്. റിവർ ഇന്ത്യയുടെ ആ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ യമഹയുടെ ഡിസൈനാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു വണ്ടിയിലും റിവർ ഇന്ത്യയുടെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഫിക്സഡ് ബാറ്ററി ടൈപ്പ് വരുന്ന ഒരു സ്കൂട്ടറായിട്ടാണ് യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പവർ ഫിഗേഴ്സും കൂടുതൽ ഡീറ്റെയിൽസും ഒന്നും യമഹ പുറത്തു വിട്ടിട്ടില്ല. അത് 2026 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ട് യമഹ ഈ ഒരു സ്കൂട്ടേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വിടും. എൻ്റെ ഒരു ഗസ്സിൽ EC6 മിക്കവാറും ഏതറിൻ്റെ ആ ഒരു സിമിലർ പ്രൈസ് ടാഗിൽ വരാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ എയറോക്സ് EV കുറച്ചും കൂടെ അതിനെക്കാട്ടിലും ഹൈ പ്രൈസിലായിരിക്കും യമഹ സെയിൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ 2026 യമഹക്ക് ഒരുപാട് കൂടുതൽ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് XSR 155 നോക്കാം. യമഹയുടെ മോഡേൺ റെട്രോ ക്ലാസിക് സ്പോർട്സ് ഹെറിറ്റേജ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് XSR 155. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ വണ്ടി ഭയങ്കര ലേറ്റായിട്ടാണ് ഇപ്പം കറൻ്റ്ലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. R15 V4 ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ യമഹ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ യമഹയുടെ ബൈക്സ് കുറച്ച് പതുക്കെ ഇവിടെ ലോഞ്ച് ചെയ്യാറുള്ളൂ. ഇത്ര ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവൻ എന്ന് പറഞ്ഞ പോലെയാണ് യമഹയുടെ പല ബൈക്കുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ സാധാരണ സംഭവിക്കാറ്. കാരണം യമഹൻ്റേതായ ഒരു സ്പേസ് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. എന്നാലും XSRന് അതിൻ്റേതായ സ്പേസ് ഇന്ത്യയിൽ ഉണ്ടാവും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ആ ഒരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിലുള്ള മോഡേൺ ക്ലാസിക് ഡിസൈനിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്.
റൗണ്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ് കൺസോള്, അതുപോലെ ബ്രേക്ക് ലൈറ്റ്, പിന്നെ ക്ലാസിക് സ്റ്റൈലിങ്ങോട് കൂടിയിട്ടുള്ള ഫ്യൂൽ ടാങ്ക്, അതുപോലെ ക്ലാസിക് ഫീൽ കിട്ടുന്ന സീറ്റ്, ഒരു സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾസിലൊക്കെ കാണുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് ഡിസൈന്, പിന്നെ കുറച്ച് റെട്രോ ക്ലാസിക് എലമെൻറ്റ്സ് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ലോക്കലായിട്ടുള്ള മിറേഴ്സും പിന്നെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എൻജിൻ പാർട്സും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ഒരു വണ്ടിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു റെട്രോ ക്ലാസിക് ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പക്ക സെറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ്. എൻജിൻ സ്പെസിഫിക്കേഷനും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ MT15ലെയും R15ലെയും പോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആകെ ചേഞ്ച് ഉള്ളത് കർബ് വെയിറ്റ് കുറച്ച് കുറവാണ്, 137 വരുന്നുള്ളൂ. R15 MT ഒക്കെ 141 വരുന്നുണ്ട്. 4 കിലോഗ്രാം ലൈറ്ററാണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ ഡയമെൻഷനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയ വ്യത്യാസങ്ങളും അങ്ങനെ ചെറിയ ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കി എൻജിൻ സ്പെക്ക്, ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ട്രാക്ഷൻ കൺട്രോൾ, ABS, ഡിസ്ക് ബ്രേക്സ് എല്ലാം തന്നെ സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ്റെ ട്യൂണിങ്ങിലും അതുപോലെ തന്നെ സബ് ഫ്രെയിമിലും ചെറിയ ചേഞ്ചസ് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വണ്ടി മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡുമായിട്ടും അതുപോലെ തന്നെ ട്രയംഫിൻ്റെ 400cc സെഗ്മെൻറ്റുമായിട്ടാണ്. എനിക്കറിയാം ഈ രണ്ട് ടൈപ്പ് മോട്ടോർ സൈക്കിൾസും ഒരുപാട് CC കൂടുതലുള്ള വണ്ടികളാണ്. ഇതേ സെയിം അവസ്ഥയിൽ തന്നെയാണ് R15 ലോഞ്ച് ചെയ്തപ്പോഴും. R15 കോമ്പീറ്റ് ചെയ്തത് കുറച്ചും കൂടെ ബിഗ്ഗർ CC മോട്ടോർ സൈക്കിൾസുമായിട്ടാണ്. അതുപോലെ തന്നെ ആവും ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. കാരണം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ആ രീതിയിലാണ് വരുന്നത്. അതായത് അറിയാലോ, VVA ഉള്ളതുകൊണ്ട് തന്നെ 7000 മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റ് രണ്ട് കമ്പനീസിൻ്റെ മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ഹാൻഡിൽ ആണ്, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, ബെറ്റർ മൈലേജ്, ബെറ്റർ പെർഫോമൻസ്, പിന്നെ കാണാനും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ആൾറെഡി യമഹ 2 കസ്റ്റമൈസേഷൻ കിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ക്രാംബ്ലർ കിറ്റും അതുപോലെ തന്നെ ഒരു കഫേ റൈസർ കിറ്റും ഈ ഒരു വണ്ടിയുടെ കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു കസ്റ്റമൈസേഷൻസ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. ഷോറൂമിൽ തന്നെ തരുന്നതുകൊണ്ട് നമുക്ക് MVDനെയും പോലീസിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ലീഗൽ സൈഡായിട്ടാണ് ഈ ഒരു കസ്റ്റമൈസേഷൻ വരിക. പിന്നെ ഓഫ് കോഴ്സ് യമഹയുടെ എൻജിൻ ആയതുകൊണ്ട് പക്ക റിലയബിൾ ആവും. ആ ഒരു എൻജിൻ ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആവും. മെയിൻ്റനൻസും ഭയങ്കര ഈസിയാണ്, ചീപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് റോയൽ എൻഫീൽഡിനെയും ട്രയംഫിനെക്കാട്ടിലും ഈ ഒരു വണ്ടിയുടെ സെയിൽസ് ഔട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്. ശരിക്കും പണ്ട് FZX തന്ന് പറ്റിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമുണ്ട്. ഈ ഒരു വണ്ടിയിൽ പക്ക ആയിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ യമഹ അവിടെയും പ്രൈസ് കട്ടിന് വേണ്ടി കട്ട് ചെയ്യും. ഇപ്പോൾ FZX ആൾറെഡി കുറച്ച് ചീപ്പറായിട്ടുള്ളതുകൊണ്ട് അതേ സാധനം തന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടില്ല. അതുകൊണ്ട് ഇതൊരു പ്രീമിയം സൈഡിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. FZX ആദ്യം തന്നെ ലോഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് മെച്ചങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ കിറ്റ് നോക്കുകയാണെങ്കിൽ കഫേ റൈസറിൽ ഒരു കഫേ റൈസർ ഡിസൈനിലുള്ള ഒരു ഹെഡ്ലൈറ്റ് കവർ വരുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽ ലിവർ പ്രൊട്ടക്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു കഫേ റൈസർ ടൈപ്പിൽ വരുന്ന ഒരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ ടെയിൽ ടിഡിയും വരുന്നുണ്ട്. അതുപോലെ സ്ക്രാംബ്ലറിലേക്ക് നോക്കുകയാണെങ്കിൽ ബാർ ആൻഡ് മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ സ്ക്രാംബ്ലർ ലുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വൈസർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പണ്ടത്തെ ക്ലാസിക് മോട്ടോർ സൈക്കിൾ റേസിങ്ങിലൊക്കെ സൈഡിൽ റേസർ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് ഉണ്ടാവും. അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേറ്റും ഈ ഒരു സ്ക്രാംബ്ലർ ഡിസൈനിൽ വന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ ടിഡിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി യമഹ യൂസേഴ്സിന് സേഫായിട്ട് ഈ ഒരു ടെയിൽ ടിഡി എടുത്തിട്ട് എഡ്ജിയിലോ അല്ലെങ്കിൽ മറ്റു വണ്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഷോറൂമിൽ തന്നെ വാങ്ങുന്നതായതുകൊണ്ട് അതിന് MVDക്ക് ഫൈൻ അടിക്കാൻ പറ്റലുണ്ടാവില്ല. എന്തായാലും ടെയിൽ ടിഡി ഒക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം എക്സ്പെൻസീവ് ആവും. യമഹയുടെ ആക്സസറി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആവും. 5000 സംതിങ് അങ്ങാണ്ടാണ് റേറ്റ് വരുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും R15 MT യൂസേഴ്സിനൊക്കെ തീർച്ചയായും ഇത് ഡയറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി യമഹയുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. യമഹ 2026 ഒരുപാട് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും യമഹ ഫാൻസിന് ഒരുപാട് എക്സ്പെക്ടേഷൻസും കാത്തിരിപ്പൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും യമഹ കുറച്ച് സ്നീക്ക് പീക്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് 2026 യമഹ കുറേ ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 10 പുതിയ മോട്ടോർ സൈക്കിൾസ് 2026 യമഹ ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വണ്ടിയാവും ഈ ഒരു XSR. അതിൽ 2 EV കൂടെ ആൾറെഡി ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. അപ്പം 3 വണ്ടി ആൾറെഡി ഇപ്പോൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 7 വണ്ടി കൂടെ പുതിയതായിട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ 20 മോഡൽ അപ്ഡേറ്റ്സ് വരാനുണ്ട്. അതായത് ഇപ്പം പുതിയതായിട്ട് യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു FZയുടെ റേവ് പോലെ ഓരോ മോഡൽസിനും പുതിയ വേരിയൻസോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് വേരിയൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. പിന്നെ അടുത്തായിട്ട് ബിഗ് ബൈക്സ് ഒന്നും യമഹ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നൊരു ന്യൂസ് കൂടെ ഇതിൻ്റെ ഇടയിലൂടെ കേട്ടിട്ടുണ്ട്. ജെന്യൂൻ ആണോ എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു 2026 300cc താഴെയുള്ള ഒരുപാട് നല്ല വണ്ടികൾ യമഹയെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു വണ്ടി മിക്കവാറും WR155 ആവും. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറേ ലീക്ക്ഡ് ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഇപ്പോൾ ആൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ WR155 കഴിഞ്ഞ എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാൻഡർ 250, എഡ്ജിയുടെ പുതിയ 250, പിന്നെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 250cc ട്വിൻ സിലിണ്ടറോട് കൂടിയിട്ട് വരുന്ന R സീരീസിലെ മോട്ടോർ സൈക്കിൾസും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 2026 നമുക്കിനി യമഹേനെ എക്സ്പെക്ട് ചെയ്യാവുന്ന വണ്ടികൾ 3 വണ്ടികൾ എന്തായാലും യമഹ ലോഞ്ച് ചെയ്യാൻ 90% ചാൻസ് ഉണ്ട്. അതിലൊന്ന് WR155, ഒന്ന് ലാൻഡർ 250, അതുപോലെ തന്നെ എഡ്ജിയുടെ പുതിയ 250cc വരുന്ന മോട്ടോർ സൈക്കിൾ. ഈ 3 വണ്ടികളായിരിക്കും മിക്കവാറും 2025 യമഹ ലോഞ്ച് ചെയ്യുക. പിന്നെ കുറച്ച് EVസും വരാൻ ചാൻസ് ഉണ്ട്. ബിഗ് ബൈക്സിനൊക്കെ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. നമ്മുടെ ടെനറെ 700, അതുപോലെ ട്രേസർ സീരീസ്, XSRൻ്റെ ബിഗ് ബൈക്സ്, അതുപോലെ R7, R9, ഇതൊക്കെ യമഹ ഫാൻസ് കാത്തിരിക്കുന്ന വണ്ടികളാണ്. ഇതൊക്കെ വരുമോ ഇല്ല എന്നുള്ള കാര്യം നോ ഐഡിയ. അപ്പോൾ നിങ്ങൾ യമഹയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരു വണ്ടി ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.